കേരളപ്പിറവി ദിനത്തിൽ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമാകാൻ കേരളം ഒരുങ്ങുന്നു. ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രഖ്യാപനം നടത്തും. ഇന്ന് ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ മമ്മൂട്ടി, മോഹൻലാലും കമലഹാസനും പങ്കെടുക്കുന്നുണ്ട്. എസ് കെ എന്നും കേരളപ്പിറവി ദിന ആശംസകൾ. ഇന്ന് കേരളം മറ്റൊരു ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുകയാണ്. കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായുള്ള പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇന്ന് നിയമസഭയിൽ വരാൻ പോകുന്നു. രാവിലെ 9 മണിക്ക് ചേരുന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ വെച്ചാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. പ്രത്യേക പ്രസ്താവനയിലൂടെയായിരിക്കും ഈ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. കേരളത്തിൽ 64,000 അതിദരിദ്ര ജനങ്ങളുണ്ട് എന്നായിരുന്നു കണ്ടെത്തൽ. അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് സർക്കാർ പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും കേരളം ഒരു ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത്. നിയമസഭയിൽ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ രാവിലെ UDF-ന്റെ പാർലമെന്ററി പാർട്ടി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ മുറിയിൽ ചേരുന്നുണ്ട്. ഇത് ഒരു ചെപ്പടി വിദ്യയാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ ഉയർത്തിയത്. കാരണം അന്ത്യോദയ അന്നയോജന കാർഡുകൾ, അതായത് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് സൗജന്യ നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങളും മറ്റും നൽകുന്ന പദ്ധതിയാണ്. അത്തരം റേഷൻ കാർഡ് ഉടമകൾ തന്നെ ഏതാണ്ട് 5 ലക്ഷത്തിൽ പരം ആളുകളുള്ളപ്പോൾ എങ്ങനെയാണ് 64,000 ആളുകൾ മാത്രം അതിദരിദ്ര പട്ടികയിൽ ഇടം പിടിച്ചതെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ട് ഇതൊരു PR ഏജൻസിയുടെ മാജിക്ക് അല്ലെങ്കിൽ ചെപ്പടി വിദ്യ മാത്രമാണെന്ന് വിമർശനം ഉന്നയിക്കുന്നു. എന്തായാലും അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വൈകുന്നേരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ തുടങ്ങിയ ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്.